ഇയാള് കുടുംബം കലക്കിയാണ്, കുടുംബം കലക്കുകയാണ്, നാടിനെയും കലക്കിയാണ് ഇയാള്. ഞാനിത് കണ്ടപ്പോ ഞാൻ പേടിച്ചു, കൈയും കാലൊക്കെ വറക്കാൻ തുടങ്ങി. എനിക്ക് ഞാൻ ആയ തളർന്നു. എന്തൊരു അക്രമമാണ് ഷാജഹാൻ കാണിക്കുന്നത്. SHO എന്ന് പറഞ്ഞ ആളെ എന്തിനാ ആ പോസ്റ്റിൽ എത്തിയിരിക്കുന്നത്? ഇത് അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തും, പേടിപ്പിക്കുന്നതാണോ ഒരേ സമയം? ഇല്ലാത്തൊരു നിയമം. അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ചട്ടങ്ങൾ നോക്കിയാൽ ഈ ബലാത്സംഗ കേസിൽ, കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ, തീവ്രവാദ കേസിലെ പ്രതികൾ, അവരെ കൊണ്ടുപോലും നിയമപരമായിട്ട് ഇതിന് അങ്ങനെ നിയമം പറയുന്നുണ്ട്. പക്ഷേ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് സാഹചര്യമാണ്? കോടതി ചോദിച്ചു എന്തായാലും എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നിഖിൽ ആ യുവാവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതാണ് മനസ്സിലാവുന്നത്. എന്താണ് അവർക്ക് ഈ സമയത്ത് പറയാനുള്ളതെന്നുകൂടിയാണ് ചോദിക്കുന്നത്. കാഞ്ചേരി കോടതിയിലെ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യങ്ങൾ, എന്തിന് ഈ 3 പേരെ മുഖംമൂടി ധരിപ്പിച്ചു? അപ്പോൾ ഇവർ പറഞ്ഞത് സാക്ഷി തിരിച്ചറിയാനുണ്ടെന്നാണ്. പക്ഷേ പ്രതികൾ, അതായത് വാദികൾ പറഞ്ഞ പ്രകാരം തിരിച്ചറിഞ്ഞ 3 പേരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പിന്നെ എന്തിനാണ് ഇനി ഒരു തിരിച്ചറിയൽ പരേഡ്? അപ്പോൾ തന്നെ കയ്യോടെ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയാണ് കോടതി ചെയ്തത്. ഇതുകൂടാതെ കോടതി അരിശം പൂണ്ട് മജിസ്ട്രേറ്റ് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ കൃത്യമായി പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ അമർഷം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഗണേഷ് ആറ്റൂർ KSUവിന്റെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 40 വർഷത്തോളം ഇവിടെ ആറ്റൂർ വാഴക്കോട് മേഖലയിൽ 40 വർഷത്തോളം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഗോവിന്ദൻകുട്ടി നായരുടെ മകനാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗണേഷ് ആറ്റൂർ. അപ്പോൾ ഗോവിന്ദൻകുട്ടി നായർ, കോമള ദമ്പതികൾ മനോരമ ചേരുകയാണ്. മകനോട് ഈ പോലീസ് ചെയ്തതിൽ എന്ത് നീതി, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഒരു അമർഷം? മൂടി ധരിച്ച് കണ്ടപ്പോൾ മനസ്സിലുണ്ടായ വിഷമം എത്രത്തോളമായിരുന്നു? എൻ്റെ മകൻ പറഞ്ഞ, അച്ഛാ ഞങ്ങൾ കൊലപ്പുള്ളികളാണ്, അതാ മൂടി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൂടി അഴിക്കണ്ട, കയ്യിൽ വിലങ്ങും അഴിക്കണ്ട, പോലീസ് വന്നു കഴിഞ്ഞാൽ തട്ടിത്തെറിപ്പിച്ചേക്ക്, ഇങ്ങനെ കോടതി കയറണം, ഇത് മജിസ്ട്രേറ്റ് കാണട്ടെ. ഇത് ഞാനും കുറെ കൊല്ലങ്ങൾ ഇതിൽ കയ്യിലൂത്തിയവനാണ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഇത് ഇത്തരം നടപടികളും ഞാൻ കണ്ടിട്ടില്ല. അന്ന് പോലീസ് കൂടെ വന്ന് ഇവിടെയും എവിടെ, പിന്നെ നിങ്ങളുടെ ബന്ധുവീടുകളൊക്കെ ബന്ധുവീട്ടുകളിൽ പോയി. മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ 35 കിലോമീറ്റർ അകലെ മനഃപൂർവ്വം ഞങ്ങളെ കുടുംബം കലയിക്കാൻ വേണ്ടിയിട്ട് ബന്ധുവീട്ടിൽ വരെ പോയി. ഇയാളെ SHO പ്രശ്നങ്ങളുണ്ടാക്കി. ഇയാള് കുടുംബം കലക്കിയാണ്, കുടുംബം കലക്കുകയാണ്, നാടിനെയും കലക്കിയാണ് ഇയാള്. രാത്രി വന്നിട്ട് എന്താ നിങ്ങളോടൊക്കെ ചോദിച്ചത്? ഞങ്ങളെ മകനെ അടച്ചിട്ട് കാണോ, ഇവിടെ ഉണ്ടോ, ഇവിടെ ഇറക്കി വിടാൻ പറഞ്ഞു, ഇടുക്കി വിടടി എന്നൊക്കെ പറഞ്ഞു അയാള്.